Hello friends, welcome to another lecture of Make Mechanical Simple. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് സോളിഡ്സിലെ നമ്മുടെ KTU സിലബസിൽ പാർട്ട് ബി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് ബിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സമ്മറിയാണ് ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്, ഒരു റിവിഷൻ പോലെ. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സസ് ഇൻ ബീം ആൻഡ് ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീം. പാർട്ട് എനെ കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് ബിക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഇതാണ്, ആകെ 3 ടോപ്പിക്കേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഈ 3 ടോപ്പിക്കും നിങ്ങൾക്ക് മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. SFD ആൻഡ് BMDയുടെ കേസിലൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും 2 ക്വസ്റ്റ്യൻസ് വരെ, അതായത് 2 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ SFD BMD വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ ലെക്ചറിൽ SFD BMD കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് SFD BMDയുടെ ഒരു 3 ലെക്ചേഴ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ക്ലാരിറ്റി മിസ്സിങ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിലുള്ള ആ ലെക്ചേഴ്സ് പോയി കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് 2 ടോപ്പിക്സ് ബെൻഡിങ് സ്ട്രെസ്സസ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ്. ഈ 2 പ്രോബ്ലത്തിൻ്റെയും ഒരു മേജർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണലാണ്. അത് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഓക്കെ, സോ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സസ് ഇൻ ബീമിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബെൻഡിങ് ഇക്വേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. Okay, so this is equation m by I is equal to sigma b by y is equal to E by R. I have given all the descriptions of the terms in the equation here. M is the bending moment, I is the moment of inertia, sigma is b is the bending stress, and y is the distance of the fiber from the neutral axis. Okay, this is important, note this. R is the radius of curvature. ഈ ഇക്വേഷനിൽ നമുക്ക് എപ്പോഴും പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഈ പോർഷൻ മാത്രമാണ്. ഈ പോർഷൻസ് വെച്ച് പ്രോബ്ലംസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു പോർഷനാണ്, ദാറ്റ് ഈസ് m by I is equal to sigma b by y. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പ്രോബ്ലംസ് 2 രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്ന്, നമ്മളോട് ഒരു ബീമിലുള്ള മൊമെൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് ചോദിക്കും വാട്ട് ഈസ് ദി മാക്സിമം ബെൻഡിങ് സ്ട്രെസ്, അഥവാ ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻസിൻ്റെ ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ടാവും. ഫ്രം ദാറ്റ് ഡയമെൻഷൻസ് വി ക്യാൻ ഫൈൻഡ് I ആൻഡ് Y. ഓക്കെ, അപ്പോൾ ഐയും വൈയും മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സുഖമായിട്ട് ബെൻഡിങ് സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് പലപ്പോഴും മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സാണ് ചോദിക്കാറുള്ളത്. ഈ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു T സെക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂട്രൽ ആക്സിസ് വിൽ ബി സംവെയർ ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു Y ടോപ്പും ഉണ്ടാവും, ഇവിടെ ഒരു Y bottom ഉണ്ടാവും. ദാറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്, റൈറ്റ്? ഇസ് Y ടോപ്പ് ആൻഡ് Y ബോട്ടം. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ന്യൂട്രൽ ആക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിലേതാണോ കൂടുതൽ അതാണ് നമ്മൾ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സ് കാണാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം എക്സ്ട്രീം ഫൈബറിലായിരിക്കും ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കേസിൽ. ഇതാണ് എക്സ്ട്രീം ഫൈബേഴ്സ്. ഞാൻ ഫൈബേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഓരോ ലെയറും എന്താണ്? ഫൈബേഴ്സാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം ഫൈബറിലാണ് ബെൻഡിങ് സ്ട്രെസ്സ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഏതാണ് Y ടോപ്പാണോ Y ബോട്ടാണോ കൂടുതൽ നമുക്ക് നോക്കണം. എന്നിട്ട് ആ വാല്യൂയാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഒരു കാറ്റഗറി പ്രോബ്ലം ഉള്ളത് നമുക്ക് ബീമിൻ്റെ ഡാറ്റ തരും. ബീമിൻ്റെ ഡാറ്റ എന്ന് ഉദ്ദേശിച്ചത് സപ്പോസ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിയിങ് എ UDL വിത്ത് W സം 3 kN per meter എന്ന് തന്നിട്ടുണ്ടാവും. ഇതേപോലെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. എന്നിട്ട് നമ്മളോട് പറയും അവിടെ ഉണ്ടാവുന്ന മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എത്രയെന്ന് കണ്ടുപിടിക്കാനും. അഥവാ മൊമെൻറ്റ് ഡയറക്റ്റ് തരത്തില്ല. ചില പ്രോബ്ലത്തിൽ ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ ഡയറക്റ്റ് തരും, മൊമെൻറ്റ് ഇത്ര kN ആണെന്ന് തരും. ചില പ്രോബ്ലത്തിൽ എന്ത് തരും? അതിന് പകരം ബീമിൻ്റെ ഡാറ്റ തരും, ഇതേപോലെ. ഓക്കെ, ഒരു UDL അല്ല, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിയിങ് എ UDL എന്ന് വരും. എന്നിട്ട് നമ്മളോട് പറയും വാട്ട് ഈസ് ദി മാക്സിമം ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ UDL മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷനും നമുക്കറിയാം. അഥവാ നിങ്ങൾ ഈ 3 കേസിന്, ഞാനിവിടെ ഒരു 4 കേസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. മിനിമം നിങ്ങൾ ഈ 4 കേസിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ടൈം സേവ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ പോർഷനിലെയും മൊമെൻറ്റ് ആ സമയത്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആൻഡ് സബ്ജക്റ്റ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് A ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട് and B from the right support, the equation is PAB divided by L. That is the value of maximum bending moment. അത് ഇവിടെ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെൻറ്റ്. ഇത് ഞാൻ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് വരച്ചിട്ടുള്ളത്.
ഓക്കെ. അതേപോലെ ഒരു യു ഡി എല്ലിൻ്റെ കേസിൽ ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈസ് WL²/8 ആൻഡ് എ കാൻലിവർ ബീം ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമല്ല, W/L ആണ് നമുക്കറിയാം. കാൻലിവറിൻ്റെ കേസിൽ when is subjected to a concentrated load at the free end. When a cantilever beam is subjected to a UDL throughout the length, the maximum bending moment is WL²/2. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. മിനിമം ഇതെങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, കാരണം അത്രയും സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത്തരം പ്രോബ്ലത്തിൽ നമുക്ക് മൊമെൻറ്റ് ഡയറക്റ്റ് തരുന്നതിന് പകരം ബീമിൻ്റെ ഡാറ്റ തരും. ആ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് ആ മൊമെൻറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ. അതേപോലെ പലപ്പോഴും ഇതിൻ്റെ റിവേഴ്സ് ചോദിക്കാറുണ്ട്. റിവേഴ്സ് ഇൻ ദി സെൻസ് നമ്മളോട് പെർമിസിബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ തരും, അഥവാ സിഗ്മ ബി പെർമിസിബിൾ. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് തരും. എന്നിട്ട് നമ്മളോട് പറയും വാട്ട് ഈസ് ദി മാക്സിമം UDL ദ ബീം ക്യാൻ ക്യാരി ഓവർ എ സ്പാൻ ഓഫ് 6 മീറ്റർ ലെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെർമിസിബിൾ സ്ട്രെസ്സിന് നമുക്ക് മൊമെൻറ്റ് കിട്ടും. മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് W കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരറിയണം? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയണം. അതാണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളിത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഓൾറെഡി പഠിച്ചതാണ്. എനിവേ ഞാനതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. So next we will discuss how to determine the moment of inertia in the case of a T section. ചിലപ്പോൾ T സെക്ഷനോ I സെക്ഷനോ ഒക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിമ്പിൾ റെക്ടാങ്കുലർ സെക്ഷനും ചോദിച്ചുകൂടായില്ല. ഓക്കെ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ 2 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, പോർഷൻ 1 ആൻഡ് പോർഷൻ 2. ഓക്കെ. അപ്പോൾ ബിക്കോസ് അതിന് 2 റെക്ടാങ്കിൾസ് ഉണ്ട്. ഓക്കെ. Then we know the equation to determine y bar. ഇത് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഓൾറെഡി പഠിച്ചതാണ്. ദാറ്റ് ഈസ് A1y1 + A2y2 ഡിവൈഡഡ് ബൈ A1 + A2. അപ്പോൾ 3 സെക്ഷൻസ് ഉണ്ടെങ്കിൽ A1y3 എന്നുള്ള ടേം കൂടിയും വരും. ഓക്കെ. സോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് y1 y2 ഡിറ്റർമിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദി സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ദി പോർഷൻ 1 ഫ്രം ബോട്ടം ഓർ ടോപ്പ്. ഒന്നുകിൽ ബോട്ടത്തിൽ നിന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് കണ്ടുപിടിക്കാം. അഥവാ നമ്മൾ ബോട്ടത്തിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് y ബോട്ടായിരിക്കും. ടോപ്പിൽ നിന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് y ടോപ്പായിരിക്കും. ഓക്കെ. സോ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം y ബോട്ടാണ് അഥവാ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഡിസ്റ്റൻസും ബോട്ടത്തിൽ നിന്നാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അഥവാ ഈ എക്സ്ട്രീം ഫൈബറിൽ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ y1 വിൽ ബി ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് നമുക്കറിയാം 220 + 20യുടെ ഹാഫ് എത്രയാണ്? 10. ദാറ്റ് വിൽ ബി 230 millimeter. And similarly y2 from the bottom. ബോട്ടത്തിൽ നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 220യുടെ ഹാഫ് ആയിരിക്കും. ദാറ്റ് വിൽ ബി 110 millimeter. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെക്കുക, കാരണം ഇത് നമുക്ക് y ബാർ കാണാനും ആവശ്യമാണ്, അതേപോലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാനും ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരാം. വാട്ട് ഈസ് A1? A1 is 150 × 20, that is the area, into y1 is 230 plus what is A2? A2 is 20 × 220 into what is y2? That is 110 millimeter whole divided by that is A1 again 150 × 20 plus 20 × 220. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് y ബോട്ടം ആയിരിക്കും. y ബാർ എന്ന് പറയുന്നത് y ബോട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. ഐ എം നോട്ട് ഡൂയിങ് ദി ഇവാലുവേഷൻ. സോ നമുക്കിവിടെ ഒരു ന്യൂട്രൽ ആക്സിസ് പ്ലോട്ട് ചെയ്യാം. ന്യൂട്രൽ ആക്സിസ്. So this distance will be y bottom and this distance will be y top, right? Now next step is to determine moment of inertia. So to find the moment of inertia we need to apply parallel axis theorem here. So that is Ig1 plus A1 H1 square plus Ig2 plus A2 H2 square. അപ്പോൾ ഞാൻ എന്തിനാണ് 2 തവണ പാരലൽ ആക്സിസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്തത്? ബിക്കോസ് നമുക്ക് 2 പോർഷൻസ് ഉണ്ട്. ഇപ്പോൾ 2 പോർഷൻസിനും പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് വേണ്ടത് സെപ്പറേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ Ig1 എന്ന് പറഞ്ഞാൽ എന്താണ്? B1 D1³ ഡിവൈഡഡ് ബൈ 12 ബിക്കോസ് ഇറ്റ്സ് എ റെക്ടാങ്കിൾ പ്ലസ് A1. ആൻഡ് വാട്ട് ഈസ് H1? H1 എന്താണ്? H2 എന്താണ്? ഇത് സ്റ്റുഡൻസ് പലപ്പോഴും തെറ്റിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
h1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് ഓഫ് ദി പോർഷൻ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദി സെൻട്രോയിഡൽ ആക്സിസ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ദി പോർഷൻ. അഥവാ സെക്ഷൻ 1ൻ്റെ ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 1ൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് നമുക്കറിയാം വിൽ ബി സംവർ ഹിയർ. ഇവിടുന്ന് സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് h1 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് y1 ആണെന്നുള്ളത്, അഥവാ ബോട്ടത്തിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ y1 ആക്കി എടുത്തത്. y1 നിന്ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, y ബോട്ടം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, റൈറ്റ്? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് y1 മൈനസ് y ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചെഴുതിയാലും ഇറ്റ് ഡസൻ മാറ്റർ, അത് നമ്മുടെ ഫൈനൽ ആൻസറിനെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. y ബാർ മൈനസ് y1 എന്ന് എഴുതി കഴിഞ്ഞാലും ഒരു വിഷയമല്ല, ബിക്കോസ് നമ്മൾ ഈ ടേമിനെ മൊത്തത്തിൽ സ്ക്വയർ ചെയ്യുന്നുണ്ട്. Okay, similarly we can write apply parallaxis theorem for second portion also. So that is b2 d2 cube divided by 12 plus a2 h2 ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, we can substitute y2 minus y bar whole square. Now I will substitute all the values. Okay, b1 എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ആണ്, 1ൻ്റെ ബേസ്, that is 150 into d1 അതിൻ്റെ ഡെപ്ത് ആണ്, that is 20 cube divided by 12 plus what is a1, that is 150 into 20, and what is y1 നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്, that is 230 minus y ബാറിൻ്റെ വാല്യൂ നിങ്ങൾ ഈ വാല്യൂറ്റ് ചെയ്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഹോൾ സ്ക്വയർ പ്ലസ് സെക്കൻഡ് പാരലാക്സിസ് തിയറം, that is b2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് ബേസ്. അത് പലപ്പോഴും സ്റ്റുഡൻസ് തെറ്റിക്കാറുള്ള ഒരു കാര്യമാണ്. 20 into 220 cube divided by 12 plus 20 into 220 into what is y2 is 110 minus y bar whole square, സ്ക്വയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾ y ബാറിൻ്റെ വാല്യൂ അഥവാ y ബോട്ടത്തിൻ്റെ വാല്യൂ ആണ് ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇവിടുന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ വൺസ് നിങ്ങൾക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ വേണ്ടതുള്ളൂ. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് ഡിസ്കസ് ചെയ്തതാണ്. ഇത്രയാണ് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ പ്രോബ്ലത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീംസ് ആണ്. ഓക്കെ, ഇപ്പം ഞാനത് സെയിം ക്രോസ് സെക്ഷനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, സെയിം ടി സെക്ഷൻ. ഓക്കെ, ആൻഡ് യൂഷ്വലി നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലം നിങ്ങൾ നോക്കുക, ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ഐ സെക്ഷൻ ഹാസ് ഈക്വൽ ഫ്ലേഞ്ചസ്, അതോ സെക്ഷൻ്റെ ഡാറ്റാസ് ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് അക്രോസ് ദി ഡെപ്ത് ഫോർ ഷിയർ ഫോഴ്സ് ഓഫ് 50 kN. അഥവാ ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻസും അതിൻ്റെ പുറമെ നമുക്ക് തരുന്നത് ആ ഒരു ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് 50 kN. ഓക്കെ, ഇത് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ തരുന്നത് യൂഷ്വലി. എന്നിട്ട് നമ്മളോട് പറയുന്നത് ചിലപ്പോൾ ചോദിക്കും ഫൈൻഡ് ദി മാക്സിമം ഷിയർ സ്ട്രെസ്. ഒന്നുകിൽ മാക്സിമം ഷിയർ സ്ട്രെസ് കാണാൻ പറയും, ഇല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും ഡ്രോ ദി ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഓക്കെ, ഷിയർ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം നമുക്കറിയാം പാരബോളിക് ആയിട്ടാണ് ഷിയർ സ്ട്രെസ് വേരി ചെയ്യുന്നത് അക്രോസ് ദി ഡെപ്ത് ഓഫ് ദി ബീം. ഓക്കെ, ഇപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് വിൽ ബി സംവർ ഹിയർ. എക്സ്ട്രീം എൻഡ്സിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഷിയർ സ്ട്രെസ് നമ്മൾ പിന്നെ സെപ്പറേറ്റ് കാണേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടുന്ന് പാരബോളിക്കലി വേരി ചെയ്ത് ഇറ്റ് വിൽ റീച്ച് ഹിയർ. ആൻഡ് ഇവിടുന്ന് ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവും, ബിക്കോസ് ഇവിടെ സഡൻ ആയിട്ട് എന്താണ് വിഡ്ത്ത് കുറയാണ്. വിഡ്ത്ത് കുറയുന്നതുകൊണ്ട് ഒരു സഡൻ ഇൻക്രീസ് ഉണ്ടാവും. അഗെയിൻ ഇറ്റ് വിൽ പാരബോളിക്കലി ഇൻക്രീസ് ആൻഡ് റീച്ച് ദി മാക്സിമം. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് എ ടി സെക്ഷൻ ആയതുകൊണ്ട് പാരബോളിക്കലി അത് വേരി ചെയ്ത് 0ലേക്ക് വരും. അപ്പോൾ ഇതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേരിയേഷൻ പാരബോളിക് ആണ്. സഡൻ ചേഞ്ച് ഇൻ വിഡ്ത്ത് ഉണ്ടാവുന്ന സ്ഥലത്ത് മാത്രം എന്തുണ്ടാവും, ഒരു സഡൻ ഷിഫ്റ്റ് ഇൻ ഷിയർ സ്ട്രെസ് ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആകെ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ ഈ ടി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതേപോലെ ഇവിടുത്തെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതേപോലെ ന്യൂട്രൽ ആക്സിസിലെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ടൗ ഇസ് ഈക്വൽ ടു F/BI A y bar. So this is the equation for shear stress in a beam. Okay, so tau എന്ന് പറഞ്ഞാൽ that is a shear stress and F is the shear force acting at that particular cross section. That will be usually given 50 kN or 40 kN, something like that.
Okay, B is the width of the layer under consideration, അല്ലെങ്കിൽ width of the fiber under consideration. ഞാൻ നേരത്തെ പറഞ്ഞു ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ പ്രോബ്ലത്തിൽ ഫൈബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് ഓരോന്നും ഫൈബേഴ്സാണ്. ഓക്കെ, നമ്മൾ ഏത് ഫൈബറാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ലെയറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവിടുത്തെ വിഡ്ത്താണ് ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ്റെ മൊത്തം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. എ വൈ ബാർ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഏരിയ എബൌവ് ദി ലെയർ അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിലൊരു മേജർ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വൈ ബാർ കാണലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു ഇക്വേഷനിൽ എങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക്. Now we have to evaluate this shear stress values at all the salient points. Salient points കൊണ്ട് ഉദ്ദേശിക്കുന്നത് top of the flange and bottom of the flange and top of the web and at the neutral axis. Okay, അപ്പോൾ ഞാൻ ഈ ഓരോ പോയിൻറ്റ്സിനെയും തൽക്കാലം ഒന്ന് നെയിം ചെയ്യാണ്. ദറ്റ് ഈസ് എ ബി ആൻഡ് ഹിയർ സി ആൻഡ് ഹിയർ അറ്റ് ദി ന്യൂട്രൽ ആക്സിസ്. സോ ഷിയർ സ്ട്രെസ് അറ്റ് എ നമുക്കറിയാം 0 ആയിരിക്കും, ബിക്കോസ് ദേ ആർ അറ്റ് ദി എക്സ്ട്രീം ഫൈബേഴ്സ്. എക്സ്ട്രീം ഫൈബേഴ്സിൽ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റിന് ഡി എന്ന് വിളിക്കാം. ഓക്കെ, ഷിയർ സ്ട്രെസ് അറ്റ് ബി, ദാറ്റ് ഈസ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ഫ്ലേഞ്ച്. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്, എഫ് ബൈ വാട്ട് ഈസ് ദ വിഡ്ത്ത് ഹിയർ? ബോട്ടം ഓഫ് ദി ഫ്ലേഞ്ചിൽ വിഡ്ത്ത് എത്രയാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 150 ഇൻറ്റു moment of inertia. I'm not substituting the values of moment of inertia for the time being, into a y bar. a y bar സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. എ വൈ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് സെക്ഷനാണോ ഏത് ലെയറാണോ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടം ഓഫ് ദി ഫ്ലേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെയർ ഏതാണ്? ഈ ലെയറാണ്. അതിൻ്റെ മുകളിലുള്ള ഏരിയ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് എബൌട്ട് ദി ന്യൂട്രൽ ആക്സിസ്, അതാണ് എ വൈ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഏരിയ എടുക്കുന്നു. ദാറ്റ് ഈസ് 150 ഇൻറ്റു 20. ഇനി വൈ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഏരിയയുടെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഏരിയയുടെ സെൻട്രോയിഡൽ ആക്സിസും നമ്മുടെ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അഥവാ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഡിസ്റ്റൻസാണ് വൈ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വൈ ടോപ്പ് നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വൈ ബോട്ടം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ തൽക്കാലം അതിൻ്റെ വാല്യൂസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? വൈ ടോപ്പ് മൈനസ് അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഒരു 10 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ 20യുടെ ഹാഫ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, വളരെ ഈസി അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൗ അറ്റ് ബി, ദാറ്റ് ഈസ് ബോട്ടം ഓഫ് ദി ഫ്ലേഞ്ച് കിട്ടും. ഓക്കെ, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ബെറ്റർ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്നുണ്ട്, അഥവാ ഷിയർ സ്ട്രെസ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ഫ്ലേഞ്ച് അങ്ങനെ തന്നെ എഴുതുന്നതാണ്. ഓക്കെ, ഞാനിവിടെ സ്പേസ് കൺസ്ട്രൈൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. നൗ ഷിയർ സ്ട്രെസ് അറ്റ് ദി സി, ദാറ്റ് ഈസ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി വെബ്. സി, ടോപ്പ് ഓഫ് ദി വെബ് എന്ന് പറയുമ്പോൾ ഈ 2 പോയിൻറ്റും ഒരേ ലെവലിലാണ്. എന്ത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ? വിഡ്ത്ത് മാത്രമാണ് ഇവിടെ വ്യത്യാസം. ഈ പോയിൻ്റ് ബിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അഥവാ ബോട്ടം ഓഫ് ദി ഫ്ലേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ വിഡ്ത്ത് 150 ആണ്. പക്ഷേ സിയിലെ അഥവാ ടോപ്പ് ഓഫ് ദി വെബ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ വിഡ്ത്ത് 20 ആണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇത് കാണാൻ എന്ത് ചെയ്താൽ ഈ 150ക്ക് പകരം 20 റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? ടൗ അറ്റ് സി, അഥവാ ടോപ്പ് ഓഫ് ദി വെബ്. ഓക്കെ, സോ ഐ എം നോട്ട് അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ്. Now we'll find the shear stress at the neutral axis. Okay, shear stress at the neutral axis. Neutral axis-ലെ shear stress കാണുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, ബിക്കോസ് ഇവിടെ എ വൈ ബാറിൽ 2 ടേം വരും. വൈ? ബിക്കോസ് ന്യൂട്രൽ ആക്സിസിലെ shear stress എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഏരിയനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഹിയർ വി ഹാവ് എ റെക്ടാങ്കിൾ ആൻഡ് ഹിയർ വി ഹാവ് അനദർ റെക്ടാങ്കിൾ, റൈറ്റ്? So let's substitute f by what is the width? Width എപ്പോഴും എന്താണ്? നമ്മൾ ഏത് ലെയറാണോ കൺസിഡർ ചെയ്യുന്നത് അവിടുത്തെ വിഡ്ത്താണ് എടുക്കേണ്ടത്. സോ ഇറ്റ് ഈസ് 20. ഇവിടെ 20, ഇവിടെ 150 അല്ലേ? അപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമല്ല. നമ്മൾ ഏത് ലെയറാണ് കൺസിഡർ ചെയ്യുന്നത് ആ ലെയറിലെ വിഡ്ത്താണ് എടുക്കേണ്ടത്. ഇൻറ്റു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഏരിയ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് 2 ടേം ഉണ്ടായതുകൊണ്ട് ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റ് കീപ്പ് ചെയ്യാണ്. ആദ്യത്തെ ഏരിയ എന്താണ്? 150 ഇൻറ്റു 20. ഓക്കെ, ആൻഡ് അതിൻ്റെ വൈ ബാർ എന്താണ്? അഥവാ അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലേക്ക് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്?
ദറ്റ് ഈസ് y ടോപ്പ് മൈനസ് 10. നമ്മൾ ഓൾറെഡി ഈ പ്രീവിയസ് കേസിൽ അത് ചെയ്തതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഏരിയയുടെ AY ബാർ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഞാനത് താഴെ എഴുതാണ്. പ്ലസ് വാട്ട് ഈസ് ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ? ദറ്റ് ഈസ് 20 ഇൻറ്റു ബേസ് ഇസ് 20 ആൻഡ് ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് y ടോപ്പ് മൈനസ് 20 ആണ്. സി, ഇതാണ് y ടോപ്പ്. y ടോപ്പിൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഏരിയ കാണാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇൻറ്റു എന്തുകൂടി ചെയ്യണം നമ്മൾ? ഇൻറ്റു y ബാർ കൂടിയും ചെയ്യണം. അപ്പോൾ y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വിൽ ബി സംവെയർ ഹിയർ. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ y ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് എടുത്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് കൊണ്ട് കൂടിയും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് y ടോപ്പ് മൈനസ് 20 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ആൻഡ് ക്ലോസ് ദി സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ ഷിയർ സ്ട്രെസ് അറ്റ് ദി ന്യൂട്രൽ ആക്സിസ്. ആൻഡ് ദി ലാസ്റ്റ് പോയിന്റ് ഷിയർ സ്ട്രെസ് അറ്റ് ദി ദാറ്റ് വിൽ ബി 0. കാരണം എക്സ്ട്രീം ഫൈബറിൽ എപ്പോഴും ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും.